من ربكم وجنة وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض أعدت للمتقين. صدق الله. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. कभी आए नौजवान मुस्लिम तदब्बुर भी किया तूने, कभी आए नौजवान मुस्लिम तदब्बुर भी किया तूने। वो क्या गर्दून था तू जिसका है एक टूटा हुआ तारा, तुझे उस कौम ने पाला है आगोशे मोहब्बत में, कुचल डाला था जिसने पाँव में ताजे सरे डाला। तमद्दुन आफरीन खल्लाक आईने जहांदारी, वो सुहराए अरब यानी शुतरबानों का गहवारा। गदाई में भी वो अल्लाह वाले थे गयूर इतने, गदाई में भी वो अल्लाह वाले थे गयूर इतने के मुनइम को गदा के डर से बख्शिश का न था यारा। तुझे आबा से अपने कोई निस्बत हो नहीं सकती, तुझे आबा से अपने कोई निस्बत हो नहीं सकती। तू गुफ्तार वो किरदार तू साबित हो सैयारा। വളരെ ബഹുമാന്യരായ പണ്ഡിത ശിരോമണികളെ, നമ്മുടെ അഭ്യന്തരായ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഖത്തീബ് ഉസ്താദ് അവറുകൾ, ഇവിടുത്തെ മുദരിസീങ്ങളും മുഅല്ലിമീങ്ങളുമായ മഹാന്മാരായ പണ്ഡിതന്മാർ, ഈ സദസ്സിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഅല്ലിമീങ്ങൾ, വന്യവയോധികരായ നമ്മുടെ കാരണവന്മാർ, ഉമ്മമാർ, പിഞ്ചു പൈതങ്ങളെ കൈകളിലേറ്റി കൈപിടിച്ച് ഈ തണുപ്പുള്ള രാത്രിയിൽ അല്ലാഹുവിൻ്റെ പുണ്യം, അവൻ്റെ മഹത്തുക്കളുടെ ബറക്കത്ത്, അവരിൽ നിന്ന് ലഭ്യമാകുന്ന ഫൈളാൻ ഇതൊക്കെ ലക്ഷ്യമാക്കി എത്തിച്ചേർന്നിട്ടുള്ള എൻ്റെ മഹത്തുക്കളായ സഹോദരന്മാരെ, സഹോദരിമാരെ, വിശിഷ്യ ഇന്നത്തെ ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, ആ വിഷയത്തിൻ്റെ പരിധിയിൽ, യുവത്വം എന്ന പരിധിയിൽ വരുന്ന, ഇസ്ലാമിൻ്റെ ശരീഅത്തിന്റെ കണക്കിൽ 15 വയസ്സിനും 40-നും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാർ എന്ന് ശറഅ് പറയുന്ന ശബാബുകൾ, വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളുമായ ആളുകൾ, അവരെ ഞാൻ പ്രത്യേകമായ പരിപാടിയിലേക്ക് എൻ്റെ സ്വന്തം നിലയ്ക്ക് അവർ വന്നതിനെ അഭിനന്ദിക്കുകയാണ്. അല്ലാഹു അത് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിന്ന് ചർച്ച ചെയ്യേണ്ട വിഷയം കേൾക്കേണ്ടത് ചെറുപ്പക്കാരാണ് കൂടുതൽ. അവരിപ്പോൾ കാസർഗോഡ് ടൗണിലെങ്ങാനും ഇറങ്ങി നടക്കുകയാണോ എന്നാണ് ഇപ്പം എൻ്റെ സംശയം. നമ്മളിത് ഉസ്താദുമാരും മുഅല്ലിമീങ്ങൾക്ക് ഇരുന്ന് അവർക്കല്ല ഇത് കേൾക്കേണ്ടത്. ഇത് കേൾക്കേണ്ട ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവരെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇൻഷാ അല്ലാഹ് ഈ മെസ്സേജ് നിങ്ങൾ എത്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിന് ഹിദായത്തിന്റെ മാർഗം തെളിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ നൂറാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഇടയ്ക്കൊരു കാര്യം കൂടെ പറയട്ടെ. നമ്മുടെ ഈ സദസ്സിന്റെ വലിയൊരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചേർന്നിരിക്കുന്ന പോലെ ഒരുപാട് മഹാന്മാരും മഹദികളും മീസാൻ കല്ലുകളിൽ തലയുയർത്തി നിൽക്കുന്ന പോലെ ഒരുപാട് ഖബറുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ആ ഖബറിന്റെ ചുമലിലിരിക്കുന്നവരൊക്കെ ഒന്ന് ചേറിലേക്ക് മാറിയിരിക്കുക. അത് നമ്മൾ പിറകുവശം അവരിലേക്ക് കൊടുക്കരുത്. അവരൊക്കെ ഖിബലയിലേക്ക് മുന്നിട്ട് അല്ലാഹുവിൻ്റെ നിഅമത്ത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങൾ അതിൽ കാണും. എങ്ങാനും ആർക്കെങ്കിലും അല്ലാഹു അദാബ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ തങ്ങൾപ്പടക്കമുള്ള മഹത്തുക്കളായ ആളുകളുടെയൊക്കെ ഹക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ട് അവരുടെയൊക്കെ അദാബിനെ, നമ്മുടെ മരണപ്പെട്ടു പോയ മുഴുവൻ
മുഅ്മിനാത്തുകളുടെയും ഖബറിൽ അദാബുകൾ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹുവേ നമ്മെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. ഇങ്ങനെ ഒരു മീസാൻ കല്ല് ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ, ഒരു ഖബർസ്ഥാൻ നമ്മുടെ മുൻപുണ്ടായിരിക്കുമ്പോൾ അതിനേക്കാളും ശ്രേഷ്ഠമായ ഒരു ഉപദേശം മറ്റൊന്നില്ലല്ലോ. മനുഷ്യനെ തന്റെ കൂട്ടുകാരിൽ നിന്ന് അകറ്റി കൊണ്ടുപോകുന്ന മരണം, എല്ലാ രസങ്ങളും നിർത്തി സ്റ്റോപ്പ് ചെയ്ത് എന്നേക്കുമായി കഫംപുടയിൽ പൊതിയപ്പെട്ട് മണ്ണിലേക്ക് വരുന്ന വലിയൊരു യാത്രയെ ജീവനോടുകൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു സദസ്സാണിത്. അതുകൊണ്ട് വളരെ ഭക്തിയോടുകൂടെയാണ് ഈ സദസ്സിലിരിക്കാറ്. അല്ലാഹുവിന്റെ മാലാഖമാർ വലയം ചെയ്യുന്ന അവരുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് മുസ്ലിമീങ്ങളുടെ മഖ്ബറകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുമ്മ അർഹംനാ ഇദാ സുർനാ ഇലാ മാ സറൂ ഇലൈഹി. പടച്ചതമ്പുരാൻ അവരൊക്കെ എത്തിച്ചേർന്ന മണ്ണിലേക്ക് നമ്മളൊക്കെ എത്തുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യവും അവരുടെ തിരുനോട്ടവും അല്ലാഹു നമ്മിലേക്ക് തരട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഇഖ്ലാസോടുകൂടെ പണിയെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ഇഖ്ലാസ് ഇല്ലാത്തവർക്ക് അല്ലാഹു ഇഖ്ലാസ് കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകളെയും മുഅ്മിനാത്തുകളെയും ഇന്നും ഇന്നലെയും കഴിഞ്ഞ ആഴ്ചയും അതിന്റെ മുമ്പും മുഴുവൻ വർഷങ്ങളിലൊക്കെയായി ഇന്ന് വേർപിരിഞ്ഞു പോയ മുഴുവൻ ആളുകളെയും അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടിത്തന്ന് നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, അന്ത്യനാൾ വന്നെത്തുമ്പോൾ അതിന്റെ വല്ല അടയാളങ്ങളുമുണ്ടോ നബിയേ? അതറിയാൻ വല്ല മാർഗങ്ങളുമുണ്ടോ? ഉണ്ട്. നഅം ഇബ്നു മസ്ഊദ്, വഇന്ന മിൻ അമാറാത്തി الساعة വഅശ്റാത്തിഹാ. അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ അതിന്റെ ചൂണ്ടുപലകകളിലുണ്ട് ഇബ്നു മസ്ഊദ്, അൻ യകൂന അൽ വലദ് ഗൈദൻ വൽ മطر ഖൈദൻ وتواصل الأطباق وتقارب الأسواق والأزمان وكثرة القينات والمعازف. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യനോട് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരൽ ചൂണ്ടി പറഞ്ഞു കൊടുക്കുന്ന പോലെ ഇബ്നു മസ്ഊദ് ഇതിന്റെ അടയാളങ്ങളിലുണ്ട്. യകൂനൽ വലദു ഗൈദൻ, ചെറിയ മക്കളൊക്കെ വലിയ ദേഷ്യക്കാരായി മാറുന്ന കാലം. കുട്ടികൾക്ക് വലിയ ദേഷ്യം വരാം. ഒരു ചെറിയ വിഷയം ഉണ്ടാകുമ്പോഴേക്കും ഒരു കുട്ടി തമാശയിൽ പോലും പറയുന്ന വാക്ക് ഐ വിൽ കിൽ യു, ഞാൻ നിങ്ങളെ കൊല്ലുന്നു. കുട്ടികൾ അങ്ങനെ പറയുന്നുണ്ട്. എവിടെ നമ്മളെ തർപ്പിച്ചെവിടെ ഉണ്ടോ? എന്തുണ്ട്? ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നമ്മുടെ സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് കേൾക്കാം. കുട്ടികൾ അറിയാതെ പറയാവുന്നത്. ചെറിയ എത്ര വയസ്സുള്ള 5 വയസ്സുള്ള മോള് പറയണേ, തമാശ കളിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ റഫീഖ് സാഹിബ് എന്തോ കുട്ടിയെന്ന് കളിപ്പിച്ചപ്പോ കുട്ടി ഐ വിൽ കിൽ യു, സ്കൂളിൽ പോയിട്ടില്ല കുട്ടി, ഐ വിൽ കിൽ യു. ആ ഒരു ചിന്ത മക്കളിൽ ഇങ്ങനെ വളർന്നു വന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങിച്ചു കൊടുത്താലും ഉമ്മയെ തള്ളിപ്പറയുന്ന മക്കളാണ്. വാപ്പ കുട്ടിക്ക് ചെറുപ്പത്തിലെ 5 വയസ്സിലെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ഐപാഡുകളും ഐപോഡുകളും ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോണുകളും വലിയ വലിയ പ്രോഗ്രാമുകളുള്ള ഡിവൈസുകളൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കൊച്ചു മക്കൾക്ക്. ആ വാപ്പയെ കൈപിടിച്ച വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകാനിരിക്കുന്ന മക്കൾ, വാപ്പയെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ. എന്നാണോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മക്കളൊക്കെ മാതാപിതാക്കളോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്നത്? ഉമ്മെന്ന് ചോദിച്ചാൽ ഉമ്മെന്ന് മിണ്ടാതിരിക്കുക എന്ന് തന്നെ 10 മാസത്തോളം സ്വന്തം ശരീരത്തിന്റെ ഭാഗമായി കൊണ്ടു നടന്ന പൊന്നാര ഉമ്മയോട് വാപ്പ എന്തെങ്കിലും ഉപദേശിക്കുമ്പോ തുടങ്ങി വാപ്പാന്റെ മകള് എന്ന് പറയുന്ന മക്കൾ. ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാണാൻ കൊതിയായി ആ കുഞ്ഞ് ജനിച്ചതിൽ സന്തോഷത്തിൽ ആ കുഞ്ഞിന് അക്കീഖ തറത്ത് കൊടുത്ത് ഭക്ഷണം വിതരണം ചെയ്ത് കുടുംബക്കാരോട് ആവിന്റെ
ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന മക്കൾ പ്രത്യക്ഷപ്പെടുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇബ്നു മസ്ഊദ്. മക്കൾ അപ്പമാരോട് ദേഷ്യത്തോടുകൂടെ പെരുമാറുന്ന കാലം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മതറു ഖൈളാ, മഴ പെയ്യുന്നുണ്ട് പക്ഷേ അല്ലാഹു കൃഷി മുളപ്പിക്കുന്നില്ല. മഴ പെയ്യുന്നുണ്ട് പക്ഷേ ഭൂമിയിൽ നിന്ന് ലഭ്യമാകേണ്ട വിളവെടുപ്പുകൾ വരാത്ത രീതിയിൽ അല്ലാഹു മഴയിൽ നിന്ന് ബറക്കത്ത് എടുത്തു കളയുന്നതും അതിന്റെ അടയാളമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുത്ത വചനങ്ങളിൽ നമ്മൾ അത്ഭുതത്തോടെ കാണാൻ പോകുന്നത് വഅൻ തുവാസിൽ ലതുബാഖ് വഅൻ തുവാസിൽ ലതുബാഖ്. തബഖ് എന്ന് അറബിയിൽ പറഞ്ഞാൽ പ്ലേറ്റ് എന്നാണ്. പ്ലേറ്റുകൾ. തുവാസിൽ എന്ന് പറഞ്ഞാൽ വസിൽ, ബന്ധങ്ങൾ ഉണ്ടാവുക, കോണ്ടാക്റ്റുകൾ ഉണ്ടാവുക. മുവാസ്വലാത്ത് എന്ന് അറബിയിൽ പറഞ്ഞാൽ ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ മുവാസ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്പോർട്ടേഷൻ. ഇത്തിസാലത്ത് എന്ന് പറഞ്ഞാൽ യുഎയിലേക്ക് മൊബൈൽ കമ്പനിയുണ്ട്. ഇത്തിസാലാത്ത് അതിനർത്ഥം ടെലികമ്മ്യൂണിക്കേഷൻ. ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ടെലികമ്മ്യൂണിക്കേഷൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇന്ന് ഇത്തിസാലാത്ത്. അത്ബാഖ് എന്ന അറബിയിൽ ഇന്ന് പറയുന്ന വാക്കെന്ന തബഖ്. അത്ബാഖ് എന്ന് പറഞ്ഞാൽ ഡിഷ് ആന്റിനകൾക്ക് പറയുന്ന പേരാണ് തബഖ്. തബഖ് എന്ന് പറഞ്ഞാൽ ഡിഷ് എന്നാണ്. സാറ്റലൈറ്റ് ഡിഷുകൾക്ക് ഇന്ന് അറബിയിൽ പറയുന്ന മോഡേൺ അറബിയിലുള്ള വാക്ക് തബഖ് എന്നാണ്. തുവാസുൽ അത്ബാഖ്, ഡിഷുകളും സാറ്റലൈറ്റുകളും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന കാലം എന്നല്ലാതെ 21ാം നൂറ്റാണ്ടിലെ മുസ്ലിം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഈ വാക്കിന് മറ്റെന്ത് അർത്ഥം കൊടുക്കും? തുവാസുൽ അത്ബാഖ്, മറ്റെന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഉലമാ മൗനം പാലിച്ചുകൊണ്ട് ഹദീസിനെ വ്യാഖ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്താണ് ഈ പറയുന്നത്. പ്ലേറ്റുകൾ തമ്മിൽ ബന്ധപ്പെടുക എന്ന വാക്കിന്റെ അർത്ഥം. ഇന്ന് ആ പ്ലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഡിഷുകൾ, സാറ്റലൈറ്റ് ഡിഷുകൾ. ലോകത്ത് സാറ്റലൈറ്റ് ഡിഷുകൾ പ്രത്യക്ഷപ്പെടുന്നതും ഏത് ചെറ്റക്കുടലിന്റെ മുകളിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പലയുടെ തലയിൽ പോലും നിൽക്കുന്നത് ഡിഷ് ആന്റിനകളും സാറ്റലൈറ്റ് സംവിധാനങ്ങളും ആവുകയും ലോകത്തുള്ള ഡിഷുകളായ ഡിഷുകൾ മുഴുവനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ശബ്ദ തരംഗങ്ങളും കാണാനുള്ള മനുഷ്യന്റെ കാഴ്ച നൽകുന്ന തരംഗങ്ങളും അല്ലാഹുവിന്റെ പ്രപഞ്ചത്തിന്റെ ഭൂമിയിലെ അന്തരീക്ഷത്തിലും അല്ലാതെയും കടത്തിവിടുകയും അങ്ങനെ ലോകത്തുള്ള മുഴുവൻ ഡിഷുകളെയും കണക്ട് ചെയ്തിട്ട് മനുഷ്യൻ അത്യാധുനികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങളിലേക്ക് 1400 വർഷങ്ങൾക്ക് മുമ്പ് നബുവത്തിന്റെയും വഹീന്റെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചു കൊടുത്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി വാസിൽ അത്ബാഖ് വതഖാറബൽ അസ്മാൻ വൽ അസ്വാഖ്. തഖാറുബുൽ അസ്മാൻ, സമയങ്ങൾ അടുത്തു വരുന്നത്, സമയം അടുത്തു വരുന്നത്. വൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തടുത്ത് വരുന്നത്. അന്ത്യനാളിന്റെ അടയാളങ്ങളുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇന്നത്തെ വിഷയത്തിലേക്കുള്ള ആമുഖത്തിലേക്ക് കടക്കാൻ പോവുകയാണ് ഹദീസിലൂടെ. തഖാറുബുൽ അസ്മാൻ, ഉലമാ അതിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം എന്തെന്നാൽ ദൂരങ്ങളിലുള്ള പ്രദേശങ്ങൾ, ദൂരപ്രദേശങ്ങൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്ത് തീർക്കാൻ പറ്റുന്ന വിധത്തിൽ അല്ലാഹു തആല യാത്രാ സംവിധാനങ്ങൾ മനുഷ്യന് എളുപ്പമാക്കി തരുന്നത് സമയം അടുത്തു വരുന്നതിന് തുല്യമാണ്. പെട്ടെന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സൂപ്പർസോണിക് വിമാനങ്ങൾ ഇരിക്കട്ടെ, മനുഷ്യൻ അന്തരീക്ഷത്തിൽ യാത്ര ചെയ്യുന്ന വിമാനങ്ങൾ പോലും തഖാറുബുൽ അസ്മാൻ, സമയം വളരെ അടുത്തേക്ക് കൊണ്ടുവരാൻ കാരണമായിട്ടില്ലേ? കുറഞ്ഞ സമയം. എന്നൊക്കെ മക്കയിൽ നിന്ന് ഷാമിലേക്ക് എത്തണമെങ്കിൽ 40 ദിവസം എടുക്കും. അവിടെയാണ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. 40 ദിവസങ്ങൾ എടുത്തിരുന്ന ദൂരമാണ് പരിശുദ്ധമായ മക്കയിലെ പരിശുദ്ധമായ ഹറമിൽ നിന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മൈലുകൾക്കപ്പുറം, മിനിമം 3000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഇന്നത്തെ ഫലസ്തീനിലെ ജെറൂസലേമിലെ ഖുബ്ബത്ത് സ്വഖറയിലേക്ക് അഷ്റഫുൽ ഖൽഖിനെ ബുറാഖിന്റെ വാഹനത്തിന്റെ പുറത്ത് കൊണ്ടുപോയ യാത്രയെ സുബ്ഹാൻ എന്ന് അല്ലാഹു വിളിച്ചത് ആയത്തിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഉലമാ പറയുന്നത് 40 ദിവസം എടുക്കുന്ന യാത്രയാണത്. അതാണ് അസ്റാ ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലെ ഒരൽപ്പ സമയം കൊണ്ട് കൊണ്ടുപോയ അല്ലാഹു സുബ്ഹാന, അല്ലാഹു
പരിശുദ്ധനാണല്ലോ. മനുഷ്യൻ അല്ലാഹു ഇന്ന് ചെയ്തു കൊടുത്ത യാത്രാ സംവിധാനങ്ങൾ ഇന്ന് 40 ദിവസം എടുക്കുന്ന യാത്രകൾ നുബുവത്തിന്റെ വഹി ലഭിച്ച് മുഅ്ജിസ ലഭിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സെക്കൻഡുകൾ കൊണ്ട് കഴിച്ചിരുന്നെങ്കിൽ അവിടെ നിന്നോട്ട് 7 ആകാശങ്ങളിലേക്കും അതിനപ്പുറത്തേക്കും അല്ലാഹുവിനെ മാത്രം അറിയുന്ന ലോകത്തേക്ക് ഹബീബിനെ കൊണ്ടുപോയ മിഅ്റാജ് അല്ലാഹു തആല രാത്രിയുടെ ഒരൽപ്പ സമയം കൊണ്ട് കഴിച്ചു കടന്നത് മുഅ്ജിസത്താണ്. അത് മനുഷ്യന്റെ യാത്രയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല, മനുഷ്യന്റെ യാത്രയുമായി ഉപമിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും 40 ദിവസം അന്നെടുത്തിരുന്ന യാത്ര ഇന്ന് സൗദി അറേബ്യയിലെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് ജോർഡാനിലേക്ക് പറക്കുന്ന പൈലറ്റ് വിമാനം പറത്തിക്കുന്ന പൈലറ്റ് ഫ്ലൈറ്റ് എത്തിക്കുന്നത് ഉദ്ദേശം 2.5 മണിക്കൂർ കൊണ്ടാണ്. 2.5 മണിക്കൂർ, 40 ദിവസം എടുത്ത് 2.5 മണിക്കൂർ അല്ലേ. 2600-ലേറെ കിലോമീറ്റർ ദൂരമുണ്ട് നമ്മുടെ മംഗലാപുരവും ദുബൈയൊക്കെ. 2600 കിലോമീറ്ററുകൾ നമ്മുടെ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് 3 മണിക്കൂർ 25 മിനിറ്റ്. സമയങ്ങൾ അടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പഠിപ്പിക്കുന്ന ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ മുമ്പിലുള്ള സർവ്വ സംവിധാനങ്ങളെയും എല്ലാം ഒത്തുപിടിക്കുന്ന വാക്കിലൂടെ ഉറപ്പിച്ചു കളഞ്ഞു. അങ്ങാടികൾ അടുത്തു വരുന്നത്, സൂക്കുകൾ അടുത്തു വരുന്നത് നമ്മൾ മനസ്സിലാക്കി. റോഡിലുള്ള സൂക്കുകളായിരിക്കും അങ്ങാടികൾ, ജംഗ്ഷനുകളിൽ മുഴുവൻ കടകൾ. അതതിന്റെ അർത്ഥമാണ് അല്ലേ. കാസർഗോഡ് നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മൾ ചെറുക്കൾ എത്തുമ്പോഴേക്ക് എത്ര ടൗണുകളായി, നഗരങ്ങൾ അങ്ങ് നീണ്ടു പോയിരിക്കുകയാണ്. ഇത് തഖാറുൽ അസ്വാഖ്, അങ്ങാടികൾ, സൂപ്പർ മാർക്കറ്റുകൾ കൂടുന്നത്, ഷോപ്പിംഗ് മാളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യനാടിന്റെ അടയാളങ്ങളിലുണ്ട്. ഇത് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്നറിയോ? വെബ്സൈറ്റുകളിലൂടെ നടക്കുന്ന കച്ചവടങ്ങൾ. തഖാറുൽ അസ്വാഖ്, ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് എന്തെങ്കിലും വെബ്സൈറ്റുകൾ ലോഗ് ചെയ്താൽ 3 ലക്ഷത്തോളം സാധനങ്ങൾ വിൽക്കുന്ന അങ്ങാടികൾ ഇന്റർനെറ്റിലുണ്ട്. പൊരന്റെ ഉള്ളിൽ ഇരുന്നാൽ മതി. നെല്ലിക്കുന്നിലെ വീടിന്റെ ഉള്ളിൽ നിന്നിട്ട് ക്ലിക്ക് ചെയ്തിട്ട് അല്ലേ, ആഡ് ടു ബാസ്കറ്റിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡിലൂടെ പേ ചെയ്ത് നാളെ രാവിലെ സാധനം വീട്ടുമുറ്റത്തേക്ക് എത്തിയിരിക്കും. എവിടെയപ്പോ അങ്ങാടി പോയത്? സ്വന്തം വീട്ടിൽ. ആമസോൺ ഷോപ്പിംഗ് ബുക്ക് ഷോപ്പുകളുണ്ട് അല്ലേ. എത്രയോ വലിയ വലിയ കമ്പനികൾക്ക് ഓൺലൈൻ ബിസിനസ്സുകളാണ്. തഖാറുൽ അസ്വാഖ്, അങ്ങാടികൾ മനുഷ്യന്റെ റൂമിന്റെ ഉള്ളിലേക്ക് എത്തിയില്ലേ? ഇതിലും വലിയ അത്ഭുതമുണ്ടോ? തഖാറുൽ അസ്വാഖ്, അങ്ങാടികൾ അടുത്തു വരിക എന്ന ഈ വാക്ക് മനുഷ്യൻ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിലേക്കുള്ള സൂചനയാണെന്ന് ആധുനികരായ ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനങ്ങൾ മുഅ്ജിസകളാണ്. ഓരോ കാലത്തും അതിന് അർത്ഥങ്ങളുണ്ട്. ലോകാവസാനം വരെ അതിന്റെ അർത്ഥങ്ങൾ അതത് കാലത്ത് ആളുകൾക്ക് അല്ലാഹുവിന്റെ ഖുദ്റത്തും ഹബീബിന്റെ മുഅ്ജിസത്തും മനസ്സിലാക്കത്തക്ക രീതിയിൽ അല്ലാഹു അതത് കാലക്കാരായ ആലിമീങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അവരത് ലോകത്തിന് പറഞ്ഞു കൊടുക്കും. അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തും. സുബ്ഹാനല്ലാഹ്, വലിയ അത്ഭുതമല്ലേ തഖാറുൽ അസ്വാഖ്. ഇന്റർനെറ്റിലേക്ക് സൂചിപ്പിക്കുന്ന ഹദീസ് ഇതാണ്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങാടികൾ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടം. സൂക്കുകൾ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ സ്ക്രീനിൽ അങ്ങാടികളാണ്, സൂക്കുകളാണ്. വേണ്ടത് പർച്ചേസ് ചെയ്യാം. എത്ര ആളുകളുണ്ടെങ്കിലും ഇവിടെ ഇരുന്നിട്ട് അമേരിക്കുന്ന സാധനം പർച്ചേസ് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്, തഖാറുൽ അസ്വാഖ്. ഡിഷുകൾ പരസ്പരം കോൺടാക്ട് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന കാലമാണത്. പാട്ടുപാടുന്ന പെൺകുട്ടികളും മ്യൂസിക് ഉപകരണങ്ങളും വർദ്ധിക്കുന്ന കാലം അതാണ്. ആ കാലം അന്ത്യനാൾ അടുത്തെത്തി എന്ന് വിളിച്ചറിയിക്കുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം تظهر القينات والمعازف وتشرب الخمور. മദ്യപാനം കൂടുന്ന കാലം, മദ്യപാനം കൂടുന്നത്, പാട്ടുപാടുന്ന പെൺകുട്ടികൾ വർദ്ധിക്കുന്നത്. അത് സ്ക്രീനുകളിലുണ്ട്, മൊബൈൽ ഫോണുകളിലുണ്ട്, സ്റ്റേജുകളുണ്ട്, ലൈവ് ഷോകളുണ്ട്, റെക്കോർഡഡ് ഷോകളുണ്ട്, എല്ലാം ഉണ്ട്. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികൾ ആഗ്രഹിക്കപ്പെടുന്ന ഒരു പ്രായമെത്തിയാൽ ഓപ്പോസിറ്റ് ജെൻഡർ പുരുഷൻ ഒരു പെണ്ണിലേക്ക് നോക്കുമ്പോൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയിലേക്ക് നോക്കുമ്പോൾ അവന്റെ ശരീരത്തിലെ ഹോർമോണുകൾ പ്രവർത്തിക്കാൻ കാരണമായ ഒരു പ്രായത്തിലേക്ക് ആ പെൺകുട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ സ്റ്റേജിൽ കയറ്റൽ ഹറാമല്ലേ? അവരെ കൊണ്ട് പാട്ട് പാടിക്കലും ഡാൻസ് ചെയ്യിപ്പിക്കലും ഹറാമല്ലേ? ഇതൊക്കെ സ്കൂൾ കലോത്സവങ്ങളുടെ പേരിലോ കലാപരിപാടികളുടെ പേരിലോ പെൺകുട്ടികളുടെ വിളയാട്ടം ഉമ്മത്തിൽ വർദ്ധിക്കുന്നത് അല്ലാഹു ഈ ലോകത്തെ നശിപ്പിക്കാൻ പോകുന്നുവെന്ന
പ്രപഞ്ചത്തിൽ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ അടയാളമാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതമല്ലേ ഹബീബ് പറയുന്നത്. തക്സുറൽ ഖൈനാത്ത് വൽ മആസിഫ്, മ്യൂസിക് ഉപകരണങ്ങൾ അസ്ഫ് ചെയ്യുന്നത്. അസ്ഫ് എന്ന് പറഞ്ഞാൽ മ്യൂസിക് ഉപകരണത്തിലെ ഇൻസ്ട്രുമെന്റുകൾ ഉപയോഗിക്കുന്ന അസ്ഫ് ബിൽ മുസീഖ അല്ലേ, മ്യൂസിക് ഉപയോഗിക്കാൻ. മആസിഫ് വീണകളും ഗിറ്റാറുകളും അതുപോലെ തന്നെ മ്യൂസിക്കിന്റെ എന്തെല്ലാം ഉപകരണങ്ങളുണ്ടോ, മനുഷ്യന്റെ നിസ്സാരമായ മൊബൈൽ ഫോണിന്റെ റിംഗ് ടോൺ പോലും ഒരു മ്യൂസിക് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത കാലമായി പോയില്ലേ. പള്ളിയിലെ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ ഓണായി പോകുന്ന മൊബൈലിൽ നിന്ന് മിമ്പറിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുന്ന ഇമാം, അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മഅ്മൂമീങ്ങളൊക്കെ ഭാഗത്തക്ക വിധത്തിൽ ഒരാളുടെ മൊബൈലിൽ നിന്ന് പുറത്തു വരുന്ന റിംഗ് ടോൺ മ്യൂസിക് അല്ലേ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. അല്ലാഹു അല്ലേ, നീയല്ലേ എന്നെ മരിപ്പിച്ചതിന്റെ ശേഷം എന്നെ എഴുന്നേൽപ്പിച്ചത് എന്ന ഉറക്കത്തിൽ നിന്ന് അല്ലാഹുവിന്റെ പേര് പറഞ്ഞ് എഴുന്നേൽക്കുന്ന നേരത്ത് നമ്മുടെ അലാം സെറ്റ് ചെയ്തിട്ടുള്ള മൊബൈലുകളിൽ നിന്ന് വരുന്നത് മ്യൂസിക്കുകളല്ലേ. നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ? തക്സുറൽ ഖൈനാത്ത് വൽ മആസിഫ്, ഇങ്ങനെ മനുഷ്യന്റെ കൂടെ പിറപ്പായി മ്യൂസിക്കുകൾ വർദ്ധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം. ഹദീസുകൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം. ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞ നേതാവല്ല. ഇത് മിത്തുകളിലോ ലെജൻഡുകളിലോ ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലോകത്തിന്റെ ഗുരു അർ-റഹ്മത്തുൽ മുഹ്ദാ, ലോകത്തിന് അല്ലാഹു കാരുണ്യമായി നൽകിയ പുണ്യ റസൂൽ. മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സിറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അതേ നാമ് കൊണ്ട് പറഞ്ഞ ഹദീസുകളാണ് 21ാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ഡിഷുകളെയും പ്രതിപാദിക്കുന്നത് അതേ നാമ് കൊണ്ട്. മുമ്പിൽ എന്താ മനസ്സിലാക്കേണ്ടത്? കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത്, കുട്ടിക്കളിയല്ല മരണത്തിന് ശേഷം ഖബറിലെ അദാബ് എന്ന് പറഞ്ഞത്, തമാശയല്ല മഹ്ശർ എന്ന് പറയുന്നത്, തമാശയല്ല ഹിസാബും മീസാനും, തമാശയല്ല അല്ലാഹുവിന്റെ നരകവും സ്വർഗ്ഗവും. അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ വൽ ഹിസാബു ഹഖ്ഖുൻ വസ്സിറാത്തു ഹഖ്ഖുൻ എല്ലാം വൽ മീസാനു ഹഖ്ഖുൻ, ഇതെല്ലാം ഹഖാണെന്ന് ഈ ഹദീസുകൾ മനസ്സിലായിട്ടെങ്കിലും 21ാം നൂറ്റാണ്ടിലെ മുസ്ലിം എന്ന് മനസ്സിലാക്കട്ടെ. പറയുമ്പോൾ ഓർമ്മ വരുന്നില്ലേ? കേവലം ഒരു മനുഷ്യന്റെ വചനമായിരുന്നുവെങ്കിൽ ഇസ്ലാമിലെ ശത്രുക്കൾ പറയുന്ന പോലെ ഏതൊക്കെയോ ചില പ്രൊഫസീസ്, എന്തൊക്കെയോ റാൻഡം പ്രൊഫസീസ്, പ്രവചനങ്ങൾ പറഞ്ഞു പോയ നബിയാണെന്ന് മഅദല്ലാഹ് എന്റെ റസൂലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ അവരോട് ചോദിക്കട്ടെ, 21ാം നൂറ്റാണ്ട് വരുന്നത് 1400 കൊല്ലം ഹബീബ് ലോകത്തോട് യാത്ര പറഞ്ഞതിന്റെ ശേഷമാണ്. ഇവിടെ നടക്കാൻ പോകുന്ന സംഗതികൾ ഒരു 100 നൂറ്റാണ്ടിനപ്പുറത്തേക്ക് പ്രവചിക്കാൻ പറ്റാത്ത മനുഷ്യൻ എങ്ങനെയാണ് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ഹിദായത്തിന്റെ വഴി കാണിച്ചു തരാൻ വന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നൽകുന്ന വിവരമല്ലായിരുന്നുവെങ്കിൽ, ഇത് ലോകത്തിന്റെ സത്രാവ് പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളല്ലായിരുന്നുവെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? وتكثر القينات والمعازف وتشرب الخمور. മദ്യപാനം വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഇത്രയും വിഷയം. ഏതൊരു ശരീരമാണോ, ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത്, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത്, ഹറാമിൽ നിന്ന് തഗ്ദിയത്ത് ലഭിച്ചത് ഏത് തടിക്കാണോ, ഏത് മാംസത്തിനാണോ, ആ മാംസം പോകാൻ കടപ്പെട്ടത് അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ല കേട്ടോ. ആ മാംസം പോകാൻ കടപ്പെട്ടത് നരകമാണ്, കത്തിയാടുന്ന തീയാണ്. ആ തടിക്ക് പോകാൻ പറ്റുന്ന ഇടം അല്ലാഹുവിന്റെ സ്വർഗ്ഗമല്ല കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആൽക്കഹോൾ 0.00 സംതിങ് ഉള്ള ബിയർ കുടിക്കുന്ന മുസ്ലിമേ, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാം
ഹറാമിന്റെ അംശമാണ്. മാ യുസ്കിറു കസീറുഹു ഫഖലീലുഹു ഹറാം. ഇതല്ലേ ഫിഖഹിന്റെ മസ്അല. ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്ത് വരുമോ, അത് കുറച്ച് കുടിക്കലും ഹറാമല്ലേ? മദ്യപിക്കാത്തവർ എവിടെ കിട്ടുന്നു? മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ? നീ ആഘോഷം വരുമ്പോഴേക്കും കണ്ണുകൾ പൊട്ടിക്കുന്നില്ലേ? വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പിള ഇറങ്ങുന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ നാമം ചൊല്ലി സവ്വജ്തുക വഅൻകഹ്തുക. അല്ലാഹു പറഞ്ഞ പോലെ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. അല്ലാഹു പറഞ്ഞ പോലെ എന്റെ പൊന്നാര മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് ബിസ്മിയും സ്വലാത്തും ഹംദും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ്? കണ്ണ് കാണുന്നില്ലേ? ചെവി നിനക്ക് കേൾക്കുന്നില്ലേ? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അഫഹസിബതും അന്നമാ ഖലഖനാകും അബസ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ രണ്ട് കാലും, പിടിക്കാൻ രണ്ട് കൈകളും, കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്ന് പറയാം? 6 ഡൈമെൻഷൻ എന്നോ 10 ഡൈമെൻഷൻ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ. വഅലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. രണ്ട് ചുണ്ടും നാവും രണ്ട് കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ. അഫഹസിബതും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചിന്തിക്കാനുള്ള ബ്രെയിൻ, തലച്ചോറ്, ഇതെല്ലാം അല്ലാഹു മനുഷ്യന് നൽകിയിട്ട് നിങ്ങളെ കണ്ണുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നാളെ എന്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു ഗൗരവമുള്ള ചോദ്യമാണിത്. ഫഹസിബതും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്നമാ ഖലഖനാകും അബസ. നിങ്ങളൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് കഴിച്ച് ഭക്ഷണം കഴിച്ച് തിന്നു മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ nothing going to happen അല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അല്ലാഹു തലച്ചോറ് തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അല്ല കേട്ടോ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. തിരിച്ചു വരില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടോ? ചോദിക്കുകയാണ്. തിരിച്ചു വരാനിരിക്കുകയാണ്. എന്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം. എന്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ്. 60 വയസ്സായ ഒരു മനുഷ്യനെ മഹാനായ ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു പോയി, എത്ര വയസ്സായി? 60 ആയിട്ടുണ്ട്. 60 വയസ്സായി. 60 അപ്പോ അത് കുൻത തംശി ഇലാ അജലില്ലാഹി മിൻ 60 ആമൻ. 60 കൊല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു. 60 വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നു. അത് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെന്താ പറയാ? 60 വയസ്സായി എന്ന് പറയാ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ടോ? ഒന്നുമില്ല, അൽഹംദുലില്ലാ. ചിലരുണ്ട് എന്ന് പറയും. ആഫാഖ് അല്ലാഹു വശഫാഖ്. അല്ലാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ, ശിഫ തരട്ടെ. 60 വയസ്സായ ആളെ കണ്ടപ്പോ അല്ലാഹുവിന്റെ ആഖിരായ ആലിമും മഹാനായ മുസ്ലിമും അല്ലാഹുവിന്റെ ദീനിന്റെ ദാഇയുമായിരുന്ന ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 60 കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ. കേട്ടപ്പോൾ ഇയാൾക്ക് പേടിയായി. എന്ന് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പേടിക്കുന്ന ആളുകൾ വരുമ്പോഴാണ് പറയാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുദൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, അല്ല 60 വയസ്സായ മനുഷ്യ, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതദ്രി മഅനാ ഖൗലിക ഇന്നാ ലില്ലാഹ്. ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അറിയും. അന ലില്ലാഹി അബ്ദുൻ വ ഇലൈഹി വ അന ഇലൈഹി റാജിഊൻ. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോവാണ്. അതറിയില്ലേ? ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അല്ലാഹുവിന്റെ അടുത്തേക്ക് പോവാണ്. അതല്ലേ എൻ്റെ അർത്ഥം. ഇന്നാ ലില്ലാഹ്, we all belong to Allah. വ ഇന്നാ ഇലൈഹി റാജിഊൻ, and to him we have to return. അല്ലാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്, അല്ലാഹുവിന്റെ അടിമയാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് അടിമ എന്ന് പറഞ്ഞാൽ? തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ. ഉടമസ്ഥൻ പറയും കളക്ക്, ചോദിക്കാൻ പാടില്ല എന്തിനാ ഞാൻ ഈ കളക്കണത്, നീ കളത്തേക്കണം, നിന്റെ ജോലി അതാണ്, ചോദിക്കാൻ പാടില്ല. അതാണ് അബ്ദ്.
അള്ളാഹിന്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല. യജമാനൻ പറഞ്ഞു, നീ പോയിട്ട് 4 വട്ടം മണ്ണ് കൊണ്ടുപോവാ. എങ്ങോട്ടാ മുതലാളി 4 വട്ടം മണ്ണ് കൊണ്ടുവരേണ്ടത്? ചോദിക്കാൻ പാടില്ല, നീ കൊണ്ടുവന്നാൽ മതി. നോ ക്വസ്റ്റ്യൻ, ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ? നമുക്ക് തിരിഞ്ഞു അല്ലേ? എന്തെങ്കിലും നോമ്പ് നോച്ചാൽ തടിക്ക് നല്ലത്, എന്നാ പിന്നെ നോമ്പായിക്കോട്ടെ. ആരോ പറഞ്ഞു യോഗയേക്കാൾ നല്ല സുനിസ്കാരമില്ല, എന്താ നിസ്കാരം? ഇതൊന്നല്ല അള്ളാഹ്ക്ക് വേണ്ടത്, ഇതൊക്കെ നിന്റെ കോപ്രായത്തരങ്ങളാ. ഇതൊന്നല്ല തഅബ്ബുദ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. എന്റെ റബ്ബിനോട് നിസ്കരിക്കാൻ പറഞ്ഞു, സമഅൻ വ ത്വാഅ. പടച്ചവനെ നീ പറഞ്ഞു, ഞാൻ കേട്ടു റബ്ബേ, ഞാൻ നിസ്കരിക്കാൻ. നോമ്പൊൽക്കാൻ പറഞ്ഞു, തടിക്ക് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലാതിരിക്കും, ഇതൊന്നും എനിക്ക് വിഷയമില്ല. റബ്ബിനോട് പറഞ്ഞു, ഫമൻ ശഹിദ മിൻകും അശ്ശഹറ ഫല്യസും, ഞാൻ നോൽക്കാൻ. അള്ളാഹ് പറഞ്ഞു സകാത്ത് കൊടുക്ക്, ഞാൻ കൊടുക്കാം. അള്ളാഹു പറഞ്ഞു ഹജ്ജ് ചെയ്യ്. എന്താണ് ഇതൊക്കെ? എന്താണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ? തവാഫ് ചെയ്യാണ്, കഅബയുടെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യാൻ. ഹിന്ദുക്കൾ പറയുന്നത് ഞങ്ങൾ കോപ്പിടിച്ചത്. നല്ലല്ല സഹോദര, നിങ്ങൾ നല്ല കോപ്പിടിച്ചത്. നിങ്ങളുടെ മതം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം വഹജ്ജ ആദം 40 മറ, 40 പ്രാവശ്യം ഹജ്ജ് ചെയ്ത മഹാനായ ആദം നബി അലൈഹി സലാം സയ്യിദുൽ ബശർ, മനുഷ്യരുടെ പിതാവ്. അതൊക്കെ കഴിഞ്ഞിട്ടല്ല നിങ്ങളെ മതം ഉണ്ടായത്. അന്നേ ഹജ്ജ് തുടങ്ങി. നമ്മൾ നിങ്ങൾ കൂപ്പിടിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂപ്പിടിച്ച കളി കൊണ്ടുകൊണ്ടും പറയണ്ട. ഇബാദത്ത് ചെയ്യേ. എന്തിനാണ് ഞാൻ ഈ കഅബയുടെ ചുറ്റും നടക്കുന്നത്? കഅബയുടെ യസാറിൽ എന്റെ ഇടത്ത് ഞാൻ കഅബ എന്തിനാണ് 7? എന്തിനാണ് ഈ കറക്കം? അല്ലാഹ് പറഞ്ഞു ചെയ്യാൻ ഞാൻ ചെയ്യാം അല്ലേ? ഇതാണ് തഅബ്ബുദ്, ഇതാണ് ഇബാദ, ഇതാണ് ഇബാദത്ത്. സഫാ മർവന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞു. ഉമ്മുനാ ഹാജർ റളിയല്ലാഹു അൻഹ അന്നരിക്കൽ 7 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിനെന്താ പടച്ചോനെ ഞാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ട്? ചോദിക്കല്ലേ, ചോദിക്കാൻ പാടില്ല, നടന്നേക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്, നടക്കണം പടച്ചോനെ. അറഫയിലേക്ക് പോകണം, മുസ്ദലിഫയിലേക്ക് പോകണം. കല്ലെറിയൽ എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയുന്നത്? അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം എറിഞ്ഞില്ലേ? ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ട്? ചോദിക്കല്ലേ. സമഅൻ വ ത്വാഅതൻ, കേട്ടു പടച്ചവനെ അനുസരിച്ചു അല്ലാഹ്. ഇതാണ് അബ്ദ്. അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസയുണ്ടെങ്കിൽ പോലും അല്ലാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാതെ അവന്റെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല. എന്തേന്നറിയോ? നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞ് ചെയ്തേക്കാം, നോമ്പിന് കാരണങ്ങളുണ്ടാകാം, സകാത്ത് കൊടുക്കാൻ നല്ലതല്ല, ചാരിറ്റി പ്രവർത്തനം. ഇത് ഹജ്ജിന് അതുപോലും തിരിയില്ല. എന്തിനാണ് ഞാൻ ചെയ്യുന്നത്? അല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷനോടല്ല. അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു അല്ലേ? അത്ഭുതമല്ലേ അത്? അത് നിനക്ക് തിരിഞ്ഞോ? എന്തിനാണ് വ്യഭിചരിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞതെന്ന് തിരിഞ്ഞോ? ലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിശതൻ വസാഅ സബീലാ. എന്തിനാണ് വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞോ? അല്ലാഹു പറഞ്ഞത് മോശമാണ്. മതി പടച്ചോനെ, മോശമാണ്. വ്യഭിചാരത്തിന് മക്കളുണ്ടായിപ്പോ ജാരസന്ധതികൾ ഉണ്ടാകും, അതൊക്കെ നീ ഉണ്ടാക്കിയ കാരണമാണ്. അല്ലാഹു അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റൂല്ലേ എന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ്. ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു, ചിലത് പറഞ്ഞെന്നില്ല. എന്തുകൊണ്ട് മദ്യമാംസം നിന്നുന്നില്ല? നമുക്കിത് പെട്ടെന്ന് നമ്മുടെ നാട്ടിലൊന്നും മദ്യമാംസത്തെ ഉപയോഗിക്കാത്തതുകൊണ്ട് അറിയുന്നില്ല. ഗൾഫ് രാജ്യത്തുള്ള ആളുകൾ, യൂറോപ്യൻ നാടുകളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങൾ, ഇവർക്ക് വലിയ പ്രശ്നമാണ്. ഹലാൽ ഫുഡ് എവിടെ നിന്ന് കിട്ടും? എന്തേ മദ്യമാംസം എന്നാ പറ്റുക? അല്ലാഹു പറഞ്ഞു തിന്നരുത്, കഴിഞ്ഞു. വേറെ ചോദ്യം അവിടെ അല്ല. അല്ലാഹ് കാരണം പറഞ്ഞാത്ത ചില വിഷയങ്ങൾ അതിൽപ്പെട്ടതാണ് വ്യഭിചാരം. എന്തേ ചെയ്യാൻ പാടില്ല, അത് പറ്റൂല. ഇന്നഹു കാന ഫാഹിശ. ഖുൽ ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം. മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറയണം നബിയേ. അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത്, വലിയവരെ നോക്കരുത്, പറഞ്ഞു കൊടുക്കണം. എന്തിനെ? അല്ലാഹ് പറഞ്ഞു ഞാൻ കണ്ണു ചിമ്മാൻ. അന ലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജി. ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഹുദൈഫ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ വ അന്നക ഇലൈഹി റാജി ഫഅലം അന്നക മൗഖൂഫൻ ബൈന യദൈഹി. അല്ലാഹുവിന്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, നീയല്ലല്ലോ നിന്നെ പഠിച്ചത്, നിന്നെ പഠിച്ചത് നീയാണ്. നിന്റെ ചെയിലും കോലം ഹൈറ്റും വെയിറ്റൊക്കെ നീ ചോദിച്ചു വാങ്ങിയതാണ്. അള്ളാഹ് നമ്മ കൊടുത്തിട്ട് പഠിച്ചോനെ എന്നെ ഈ കോലത്തിലാക്കിയിട്ടാണ്. അല്ലല്ലല്ല. ലായി ഹയാത്ത് ആയേ ഖസാ ലേ ചലി ചലേ അപ്നി ഖുശി സേ ആയേ ന അപ്നി ഖുശി ചലേ. ആരും വിളിച്ചപ്പോൾ വന്നതല്ല, അല്ലാഹുവിന്റെ ഖദാ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു. ഖസാ ലേ ചലി ചലേ. അല്ലാഹുവിന്റെ ഖദാ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ
ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത്, ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട്, അവനാണ് മാലികുൽ മുൽക്കായ അല്ലാഹു ജല്ല ജലാലു. നിന്റെ മുഖത്തെ രണ്ട് കൊച്ചു കണ്ണുകൾ കൊണ്ട് അവനെ കാണാൻ കഴിയില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റില്ല. എന്തേന്നറിയോ? ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന സയൻസ് പഠിക്കുന്ന മക്കൾ, എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം? ഭൂമിയെ പോലെ കോടാന കോടാന കോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എന്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ്. അതുകൊണ്ടല്ലേ മുസ്നബിയോട് കാണാൻ പറ്റില്ല മുസ്നബിയെ, നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് എന്നെ കാണാൻ പറ്റില്ല. ആ റബ്ബ് മുറാഖിബ് നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്. അല്ലാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അന്നക മൗഖൂഫുൻ ബൈന യദൈഹി. അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. നീ അല്ലാഹുവിന്റെ അടിമയാണ്, അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരുന്ന തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും. തിരിച്ചു പോകുമ്പോൾ എത്തണ്ടേ? അല്ലാഹുവിന്റെ അടുത്ത് എത്തുന്ന പറഞ്ഞാൽ അല്ലാഹുവിന്റെ പോയി നിൽക്കേണ്ടി വരും. وإذا علمت فضيل بن عياض رضي الله عنه പഠിപ്പിക്കുന്നു, وإذا علمت أنك موقوف بين يديه فاعلم أنك مسؤول. അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരുമെന്ന് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, നിന്നോട് അവിടെ ചോദ്യങ്ങളുണ്ട്. ചോദ്യം അവിടെ. وإذا علمت أنك مسؤول فأعد للسؤال جوابا. അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ, അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, ആ ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ. നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ്, മറുപടി കണ്ടുവെച്ചോളൂ. ഇതെന്ന് കേട്ടപ്പോൾ 60 വയസ്സുള്ള മനുഷ്യനെന്ന് ചോദിച്ചു പോയി, രക്ഷപ്പെടാൻ എളുപ്പമാർഗങ്ങളുണ്ടോ? രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? വയസ്സ് 60 പോയില്ലേ, എന്ത് ചെയ്യും? ഇപ്പോഴാണ് ഓർക്കുന്നത് മരിച്ചു പോകാനുണ്ടെന്നും. ഹറാമിന്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത്, പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും, ഹറാമിന്റെ ലോൺ എടുത്തിട്ടും, പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടുവന്ന മക്കളും 60 വയസ്സായപ്പോഴാ തിരിയുന്നത്. പടച്ചോനെ, ഞാൻ ഇതിനൊക്കെ നിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. ഫഅലം അന്നക മസ്ഊലുൻ ഫഅഇദ ലിസ്സുആലി ജവാബാ. ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഫമൽ ഹീലതു യാ ഫുദൈൽ. ഇനി രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? മാർഗമുണ്ട്, മാർഗമുണ്ട്. തുബ് ഇലല്ലാഹി ഫീമാ മദാ യഗ്ഫിർ ലകല്ലാഹു മാ മദാ വയസ്ലിഹ് ലക മാ ബഖി. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ ഓർത്തോർത്തെടുത്ത് അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു മടങ്ങിക്കോ. കരഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരുങ്ങിക്കോ, റെഡിയായിക്കോ. എങ്കിൽ കഴിഞ്ഞുപോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരികയും നിന്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അല്ലാഹു നന്നാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അല്ലാഹുവിന് ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ടെന്നല്ലാതെ അല്ലാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അല്ലാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല, അല്ലാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റി നാളെ സങ്കടപ്പെടുന്നതിന്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോ തരക്കേടില്ല എന്ന് തോന്നവും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇഅ്ജാബും ബിൻ നഫ്സും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും, കലിമ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അസ്ഹാബുൽ ഖിബ്ലയോട് തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ആർക്കിവിടെ എടുത്തുകളാൻ കൽബിനെ ശുദ്ധിയാക്കി. ആർക്ക് വേണം അസൂയുള്ള ഹൃദയം? ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം? ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം? ആർക്ക് വേണം ചിരിക്കാത്ത, ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം? അല്ലാഹുക്ക് വേണ്ട, ഒഴിവാക്ക്. അല്ലാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ റൂഹിനെ അല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കൊണ്ടു ചെല്ലുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്തട്ടെ. സല്ലൂ അലൻ നബി മുഹമ്മദ്
وآله لا نعلن صلاة جل اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه എന്തിനാണെന്നറിയോ ബുദ്ധിമുട്ടാക്കാനല്ലേ ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് നിർത്തിയിട്ട് ആ ചോരോട്ടൊക്കെ ഒന്ന് ശരിയാക്കാനേ അപ്പൊ കയ്യും കാലൊക്കെ ഒന്ന് പൊടഞ്ഞിട്ടൊന്ന് ഉഷാറാക്കി വേണ്ടി കയ്യിൽ തന്നെ വരസിയിട്ടൊന്ന് മൂത്ത് വെച്ചോളൂ അപ്പൊക്കെ മഴ പെയ്തുകൊണ്ടേ ഒരു ഉന്മേഷം കിട്ടാൻ അപ്പൊ ഇടക്കിടക്ക് അരമണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേൽപ്പിക്കണമെന്നാ പറയാം നിങ്ങൾ ഓർമ്മിക്കുമ്പോന്ന് എനിക്കറിയില്ലല്ലോ അപ്പോ കാലിന്റെ തെപ്പൊക്കെ മാറിയാൽ ഇരുന്നോളൂ നിങ്ങൾ ഇരിക്കുമ്പോ ഞാൻ ഇരിക്കാൻ വേണ്ടത് അല്ലേ خير القرون قرني ثم الذين يلونهم ثم الذين يلونهم റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം പിന്നെ അതിനോട് ചേർന്ന് വന്ന സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ അത് കഴിഞ്ഞാൽ താബിഈങ്ങളുടെ അയിമത്തുൽ മുജ്തഹിദീങ്ങൾ വന്നുപോയ കാലഘട്ടം ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിന്റെ ഇന്നലെയേക്കാളും മോശമാണ് നമ്മുടെ ഇന്ന് നമ്മുടെ നാളെയേക്കാൾ നല്ലതാണ് നമ്മുടെ നാളെ ഇന്നത്തേക്കാൾ മോശമാണ് ഖിയാമത്ത് നാൾ വരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഉദൻ ഉദാ യുസ്ബിഹു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ വയുസ്ബിഹു വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ വയുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ് ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല ഫിത്നയെ അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും തുഅറദുൽ ഫിതനു ഫിത്നകൾ മനുഷ്യന്റെ മുമ്പിലേക്ക് ഓപ്പൺ ആയി വരും തുഅറദുൽ ഫിതനു ഫിത്ന പോയിട്ട് എവിടെ ഫിത്ന എന്ന് തിരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല മൊബൈൽ കിട്ടി വാട്സ്ആപ്പ് മെസ്സേജ് എന്താണ് അല്ലാഹു ക്ലിപ്പ് മനുഷ്യന്മാരെ ഈ പുത്തനെ അപ്പോ അല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീപത്തിന്റെ ഒരു വ്യഭിചാരത്തിന്റെ ഒരു തോന്നിവാസത്തിന്റെ ഒരു മ്യൂസിക്കിന്റെ കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പോഴക്കപ്പോൾ നമ്മുടെ മുമ്പിൽ നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ് ഈ ഹദീസിന്റെ അർത്ഥം ശരിക്കും ആലോചിച്ച് നോക്കി ഫിത്ന എവിടെയാണെന്ന് ഓടിച്ചാടിച്ചെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലേക്ക് വരും തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബി ഉദൻ ഉദാ ഉദൻ ഉദാ ഓരോരോ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്നകൾ വരും ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളിൽ പ്രധാനിയുമായ ശാദുലി ത്വരീഖത്തിന്റെ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ശൈഖ് ഹംസ യൂസഫ് അവറുകൾ അമദ്ദല്ലാഹു ഫി ഐശിഹി ഫി ദില്ലിഹി വഉംരിഹി വലിയ മഹാനാണ് കാലിഫോർണിയക്കാരനാണ് പുതു മുസ്ലിമാണ് 19 വയസ്സിൽ മുസ്ലിമായ ആളാണ് ലോകത്ത് കിതാബ് ഓതി പഠിച്ച ആലിമാണ് മഹാനായ ഇമാം ഗസാലി തങ്ങളെ സംബന്ധിച്ച് വലിയ ഡോക്യുമെന്ററി ഉണ്ടാക്കിയ മഹാനാണ് ഫിഖഹിന്റെ മാലിക്കി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന ആലിമ വെറുതെ വന്ന ഒരു പുതു മുസ്ലിം എന്നല്ല ശൈഖ് ഹംസ യൂസഫ് അവറുകൾ ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാം ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ശൈഖ് ഹംസ യൂസഫ് യൂട്യൂബിലൊക്കെ നോക്കി അദ്ദേഹത്തിന്റെ സൈറ്റൂന സൈറ്റുണ്ട് യൂട്യൂബിലുണ്ട് ശൈഖ് ഹംസ യൂസഫ് ഒരുപാട് യൂസഫുകളുണ്ട് ഹംസ യൂസഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ കേൾക്കണം ഈ ഹദീസിൽ അദ്ദേഹം വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു മനുഷ്യന് ഓരോരോ ഉഴുതുകളായി ഉഴുത് എന്ന് പറഞ്ഞാൽ ശരിക്കും വടി എന്നർത്ഥം വരും ഉഴുത് എന്ന് പറഞ്ഞാൽ ഒരു പായ ഉണ്ടാക്കാൻ ആവശ്യമായതിന്റെ സ്പൈക്കുകൾ അതിന്റെ സ്ട്രോസ് ആ സ്ട്രോകൾ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്നകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും ഒരുപാട് അർത്ഥം കൊടുക്കാം ഇതിന് ഒരുപാട് അർത്ഥം കൊടുക്കാം നമ്മുടെ മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ ഇതിന് കൊടുത്ത അർത്ഥം ഫിത്നകളും ഫസാദുകളും കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പദപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ് പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ സാറ്റലൈറ്റ് ടിവികൾ നമ്മുടെ മുമ്പിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ട സാധനത്തിനും എന്ന പ്രയോഗമുണ്ട് ഫ്രെയിമായി സ്ക്വയറായി റെക്ടാംഗിളായി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഹൊറിസോണ്ടൽ ഒരു വെർട്ടിക്കൽ ഇങ്ങനെ രണ്ട് റൂതുകളായി നിൽക്കുന്ന നമ്മുടെ ടിവി സെറ്റ്
ഫിത്നകൾ. നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്നകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറെ ഉണ്ടോ മുസ്ലിമേ? നമ്മൾ ആലോചിച്ച് നോക്കി. TV ഹറാമാണെന്ന് ഉസ്താദന്മാർക്ക് പുറത്തോട്ട് തോന്നി, ഈ ഉസ്താദന്മാർക്കൊന്നും ലോകം തിരിയില്ല. പാർക്കപ്പ തിരിഞ്ഞത് കുട്ടികളൊന്നും ഒളിച്ചോടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി തുടങ്ങി അല്ലേ? ഒളിച്ചോടാ. ഇപ്പൊ ഇന്നലെ എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട ആസിഫ് അവര് ഇബാദിന്റെ വലിയൊരു പ്രവർത്തകനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്നലെ അദ്ദേഹം അവിടെ അബുദാബിയുടെ സമയത്ത് വിളിച്ചു, ഞാൻ കോട്ടക്കുന്നിലാണ്, മലപ്പുറത്ത് ഒരു ലേഖനം എഴുതാൻ വേണ്ടി വന്നതാണ്, ഇബാദിന്റെ ഒരു ആർട്ടിക്കിളിന് വേണ്ടി. 3 മുസ്ലിം കുട്ടികൾ 3 ഹിന്ദു കുട്ടികളുടെ കൈപിടിച്ചിന്റെ മുമ്പിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മലപ്പുറത്ത് കോട്ടക്കുന്നിൽ ഇതിപ്പോ ഇന്നലെ നടന്നൊരു കോൺവെർസേഷൻ. അപ്പൊ നമ്മൾ കുറച്ച് 2-3 ചെറുപ്പക്കാരെ വേറെ വിളിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു, പെൺകുട്ടികളോട് ഈ വിഷയം സംസാരിക്കണം. വീട്ടിൽ നിന്ന് നല്ല പർദ്ദ ധരിച്ച് ഇറങ്ങി വന്ന കുട്ടികൾ കയ്യിൽ അമ്പലത്തിൽ പോയി ഇത് ചുറ്റി വന്ന ഹിന്ദു ചെക്കന്മാരുടെ കൂടെ നമ്മുടെ മുസ്ലിം കുട്ടികൾ നടക്കുകയാണ്. കോളേജൊക്കെ പറഞ്ഞു പോകുന്നതായിരിക്കും. അവിടെ കോട്ടക്കുന്നുമ്പോ എന്ത് കോളേജ് കറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ വെച്ചിട്ട് തുടങ്ങാണ് എൻ്റെ ലേഖനം, ഞാൻ ഇവിടെ ആരംഭിക്കാൻ പറഞ്ഞു. അതന്നെ ആയിക്കോട്ടെ, ഇതിവൃത്തം തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഏതായാലും പിന്നെ അത് അവരെ സംസാരിച്ചോ ഇല്ലേ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റിയില്ല. നമ്മുടെ മക്കൾ പോകുന്ന പോക്ക് നോക്കണേ. ഇപ്പൊ തിരിഞ്ഞു. അന്ന് ഉസ്താദന്മാരെ പറഞ്ഞ് കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു അല്ലേ? ഇതൊന്നും വേണ്ടില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചു കുറച്ച് ന്യൂസ് കിട്ടുമല്ലോ. ന്യൂസ് കിട്ടിയിട്ട് എന്താ കിട്ടിയത്? ന്യൂസ് വന്നാൽ പെണ്ണുങ്ങൾ കൂട്ടി ഓടുകയാണ്. എന്നാൽ പിന്നെ വിളിക്കാൻ പോവാ, നീ ന്യൂസാണ് അല്ലേ? അത് പറയുന്ന ന്യൂസ് കേൾക്കാലോ. ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തവർ വാങ്ങണ്ട. അത്ര ഞാൻ പറയണം. അത് ഹറാമാന്ന് പത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്ക് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ, നിങ്ങൾ ഒഴിവാക്കിക്കോ. വിറ്റ് കളഞ്ഞേക്ക്, ആഖിറ നഷ്ടപ്പെടുത്തണ്ട. മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്നകൾ കൊണ്ടുവരാൻ. ഫിത്നകൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കുകയാണ്. ഒറ്റ കാര്യം പറയട്ടെ, മഗ്‌രിബിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തഖ്വയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ? അറിയില്ലേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഫഅക്സിറൂ, നിങ്ങൾ ഓതണം, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണേ, വസൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ്, മിനിമം ഒരു പ്രാവശ്യമെങ്കിലും മഗ്‌രിബായി കഴിഞ്ഞാൽ ഓതണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇന്ന് ഓതിയ 2 സദസ്സിനെ കൈപൊക്കിയാട്ടെ. ഇന്നൊരു ഖുൽ അഊദു ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഖുൽ ഹുവല്ലാഹു അഹദ് ഞാൻ ഓതിയിട്ടുണ്ട്. മഗ്‌രിബായുടെ മുതൽ 1 2 3 4 5 അൽഹംദുലില്ലാഹ്. ഇനി പെണ്ണുങ്ങൾ എത്ര പേരുണ്ടെന്ന് അല്ലാഹു അലം, നമുക്കറിയില്ല. പക്ഷെ നമ്മുടെ ഈ പരിപാടിക്ക് നല്ല റാഹത്തുണ്ട് കേട്ടോ. സാധാരണ വേദന വന്നാൽ ഉസ്താദന്മാരെ മുമ്പിൽ 4-5 കുട്ടികളെ മനുഷ്യന്മാർ ആണുങ്ങൾ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിച്ച് വേദന പറയാതിരിക്കരുത്. പെണ്ണുങ്ങൾ ഒരുപാടുണ്ടാവുന്നു. ഓരുണ്ടോ അല്ലേ നമുക്ക് കാണുകൂടില്ല. ഇവിടെ ആണുങ്ങളും പുരുഷന്മാരും മുമ്പിലിരിക്കുന്നുണ്ട്. ഭയങ്കര റാഹത്തുണ്ട്. ലൈവ് ഓഡിയൻസ് നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കൊന്ന് ആലോചിക്കണ്ടേ, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടേണ്ട ഒരു സമയമാണ് മഗ്‌രിബിന്റെ ശേഷമുള്ള സമയം. മഗ്‌രിബ് നിസ്കാരം, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സ്വലാത്തുൽ അവ്വാബി, രാത്രിയിൽ ഓതേണ്ട സൂറത്തു തബാറക, സൂറത്തുൽ വാഖിഅ, ഇതൊക്കെ ഓതിയിട്ട് മഗ്‌രിബായി കഴിഞ്ഞ് എന്തോ ഒരു റാഹത്താണ്. മഗ്‌രിബിന് മുമ്പ് ചൊല്ലണ്ടേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ പള്ളികളിലൊക്കെ ദർസുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. കലിമതാനി ഖഫീഫതാനി അലൽ ലിസാനി തഖീലതാനി അലൽ മീസാൻ ഹബീബതാനി ഇലർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിന് ഇത്രമേൽ ഇഷ്ടമുള്ള വാക്കുകളില്ല കേട്ടോ. നാവുകളിൽ പറയാൻ ഇത്രമേൽ എളുപ്പമുള്ള വാക്കുകളുമില്ല. നാളെ തുലാസിൽ അല്ലാഹു കരം തൂക്കുമ്പോൾ ഇത്രത്തോളം ഭാരമുള്ള വാക്കുകളുമില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം. വേറെ റിവായത്തുകളിൽ വന്നതനുസരിച്ച് വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അത് ചൊല്ലിയിട്ട് മഗ്‌രിബിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ മഗ്‌രിബ് കഴിഞ്ഞിട്ട് മഗ്‌രിബിന്റെ ഖബലിയായ 2 റക്അത്ത് സമയമുണ്ടെങ്കിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ മുഅക്കദല്ലെങ്കിലും ഒരു സുന്നത്ത് മഗ്‌രിബ് നിസ്കാരം, അതിന് ശേഷമുള്ള ബഅദിയായ സുന്നത്തുകൾ, പിന്നെ ഔറാദുകൾ, ഇതൊക്കെ ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്ന ഒരു നേരമാണ് അസ്തമിക്കുന്ന നേരം. എന്താണ് നമ്മുടെ ടിവിക്കാർ കാണിച്ചു
കാണിച്ചിരുന്നത്. മഗ്രിബാകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഗ്രിബ്. ഖബറിലേക്ക് പോയി കിടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം. അള്ളാഹുവിന്റെ രാത്രി മനുഷ്യനൊരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവർക്കും വേണം ഭക്തി. എവിടെ? മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഖിബിലയിലേക്ക് തിരിഞ്ഞ് ഖുർആൻ ഓതേണ്ട നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മായിമാരെ എങ്ങനെ പറ്റിക്കാൻ പറ്റിയെന്ന് പെണ്ണിനെ പഠിപ്പിക്കുന്നത്. അതൊക്കെ അതിന്റെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ. അത്ഭുതപ്പെട്ടു പോയി കെട്ടുപോയപ്പോ എങ്ങനെ നമ്മളോട് ഭക്തിയിലും തഖ്വയിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്ത് സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വചനങ്ങൾ നമ്മുടെ പൊരന്റെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ മുഅ്മിനീങ്ങളുടെ ചെവികളിലേക്ക് ശിർക്കിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ ടിവി സംസ്കാരമല്ലേ. അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മഗ്രിബിന്റെ നേരത്തെ. ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത്. പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് പച്ചയായ ശിർക്കിന്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതായ മിത്തോളജി, മിത്തുകൾ, ലെജൻഡുകൾ, അതിന്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനകളും അതിന്റെ വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? ശിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന പണിയിലേക്ക് പോകില്ലേ നമ്മുടെ മക്കൾ? ഈ നേരത്ത് മുസ്ലിമേ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും നാളെ ഖബറിന്റെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓതിക്കോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇതോദന്റെ നേരത്താണ് പെങ്ങളെ, ഇതോദന്റെ നേരത്താണ് സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കുന്നത്. മഗ്രിബിന്റെ നേരത്ത് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ടിവിയിലൂടെ അല്ലാതെ നമ്മുടെ ചാനലുകളിലൂടെ അല്ലാതെ വേറെയുണ്ടോ? മുസ്ലിമേ, മദ്രസകൾ നമ്മുടെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മദ്രസകൾ ഉണ്ടാകാം. എന്ത് പഠിച്ചിട്ടല്ല? ഈ കുട്ടി മഫ്ത ധരിച്ച് അച്ചടക്കമുള്ള വേഷം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ദ ധരിച്ച് വരുന്ന പെൺമക്കളും മദ്രസ വിട്ടു പോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കയ്യിൽ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? എന്താണ് ഈ മക്കൾ ഇങ്ങനെ പഠിക്കുക? മദ്രസയിലെ 1 മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? മദ്രസയിലെ 1.5 മണിക്കൂർ കൊണ്ട് മക്കൾ സൂഫിയാക്കാകുമെന്ന് വിചാരിച്ചോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കൾ നന്നാവുക? ഈ ഫിത്നയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മുമ്പിലെ നീ എത്ര വലിയ 60-100 ഇഞ്ച് വലുപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ, എന്ത് വാങ്ങിച്ചിട്ടെന്താ? നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്ന തോന്നിവാസങ്ങളല്ലേ? അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്നകൾ വരുന്ന കാലമുണ്ട്. ഇരുട്ടുള്ള രാത്രിയിലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോപ്പോ ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട്. പിന്നെ അവൻ പറയാ പടച്ചുണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉംറ ചെയ്ത് വന്നിട്ട് അവൻ പറയാ ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ വെറുപ്പിക്കാൻ വേണ്ടി പോയത്, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടില്ല. മുസ്ലിമായ മനുഷ്യൻ ലെവലേശം സങ്കോചമില്ലാതെ അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ? രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരുടെ സിയാറത്ത് ചെയ്യുന്ന ശിർക്കാണ് പോയി, പിന്നെ അങ്ങോട്ട് പോകണ്ട, തച്ചുപൊളിക്കണം എന്നാണ് കേട്ട മസാല. അല്ലാഹുവിന്റെ ഭൂമിയിലെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും
അല്ലാഹുവിന്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരെയും ആദരവോടെ കാണാവൂ എന്നും ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ശിർക്കും കുഫറുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് ഖിബിലയിലേക്ക് അഞ്ചുനേരം നിസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോൾ എന്റെ മുസ്ലിമേ നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട്? യുംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറാ. വൈകുന്നേരം മുസ്ലിമാണ്, അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന്. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്. ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത്? കയ്യിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലേ, ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകളുള്ള ഹൈ റെസല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ, ഷോർട്ട് വീഡിയോകൾ, അതിലെ കമന്റുകൾ, അതിൽ വരുന്ന കഥകൾ, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ, ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈമാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹദീസ് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഉദൻ ഉദാ. ഫമസ്തൻകറ. ആരെങ്കിലും ഒരാൾ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് വേണ്ട എന്ന് മാറ്റിവെച്ചാൽ, കണ്ണിനെ സൂക്ഷിക്കുകയും നാവിനെ സൂക്ഷിക്കുകയും ചെവിയെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർദിഹി. അവന്റെ അഭിമാനവും അവന്റെ ദീനും കാത്തു സൂക്ഷിച്ചു. ചില ഹൃദയങ്ങൾ ഉശ്രിബത്, അയ്യുമാ ഖൽബിൻ ഉശ്രിബത്. ഏത് ഹൃദയങ്ങൾക്കാണോ ഇത് അല്ലാഹുവോട് കുടിപ്പിക്കുന്നത്? കുടിപ്പിക്കുന്ന പറഞ്ഞാ എന്ത് പറഞ്ഞാലും ഞാൻ വിടൂല. മൂസ നബിയുടെ കാലത്തെ ആ പശുക്കിടാവിനെ ആരാധിച്ച മനുഷ്യന്മാർ വഉശ്രിബൂ ഫീ ഖുലൂബിഹിമുൽ ഇജ്ല. എന്ത് തോന്നിയാസങ്ങളെ എന്നല്ല ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയുണ്ടാവും കുറേ മനുഷ്യന്മാർ. ഹക്കും ബാത്തിലും ബോധ്യപ്പെട്ടാൽ നമ്മൾ മുമ്പേ വിചാരിച്ചത് തന്നെയാണ് ശരി, അതിനപ്പുറത്തേക്ക് വേറെ ശരിയൊന്നുമില്ല. ഉശ്രിബത്തിൽ ഖുലൂബ്. ഏതെങ്കിലും ഹൃദയങ്ങൾക്ക് തോന്നിവാസങ്ങൾ ശരിയാണെന്ന് തോന്നുകയും അതാണ് ഹക്കാണെന്ന് തോന്നുകയും ചെയ്ത് ആ തോന്നിവാസത്തെ കുടിപ്പിക്കപ്പെട്ടാൽ ആ ഹൃദയങ്ങളിൽ പിന്നെ ഈമാനിന്റെ നൂറ്, ഈമാനിന്റെ പ്രഭ വരികയില്ല കേട്ടോ. ഈമാനിന്റെ നൂറില്ലെങ്കിൽ പിന്നെ എന്തിനോട് ജീവിക്കണം? തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഉദൻ ഉദാ ലാ യദഉ ബൈത വബരിൻ വലാ മദരിൻ ഇല്ലാ ദഖലത്ഹു. എന്തൊരു അത്ഭുതമുള്ള ഹദീസ്, എന്തൊരു അത്ഭുതമുള്ള ഹദീസ്. പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് കയറി വരുന്ന ഫിത്ന ലോകത്തിൽ മനുഷ്യരുടെ വീടുകളിൽ മുഴുവനും പ്രത്യക്ഷപ്പെടാതെ അന്ത്യനാൾ നടക്കാൻ പോകുന്നില്ലെന്ന് റഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വീട്ടിലും ബൈത മദനിൻ വലാ വബരിൻ, മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ വീട് അല്ലെങ്കിൽ തോല് കൊണ്ടുണ്ടാക്കിയ വീട്, മുതലാളിയുടെയും പാവപ്പെട്ടവന്റെയും വീടിന് അന്ന് പറയുന്ന പ്രയോഗമാണത് ബൈതു മദനിൻ വലാ വബരിൻ. അതിന്റെ ഉള്ളിലൊക്കെ ഈ ഫിത്ന കടന്നു വരും. നമ്മൾ വിചാരിച്ചു കൊലപാതകത്തെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ വിചാരിച്ചു പൊളിറ്റിക്കൽ അൺറസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്, നമ്മൾ വിചാരിച്ചു സോഷ്യൽ അനാർക്കിയെ കുറിച്ചാണ്